മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നല്ല നമസ്കാരം. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. ഇന്ന് മാറ്റുലി സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ 22-ാം വാർഡിലാണ്. അതായത് വല്ലാശ്ശേരി അമ്പലത്തിൻ്റെ സമീപത്താണ് ഇന്ന് മാറ്റുലി സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് പുഴയൊന്നുമല്ല, ഈ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, തോടോ പുഴയോ ഒന്നുമല്ല, ഒരു പൊതു റോഡാണ്. അതായത് ഏകദേശം ഒരു 30ഓളം വീട്ടുകാർ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതു റോഡ്. ആ പൊതു റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആവാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പക്ഷേ ഈ അടുത്തിടയ്ക്കാണ് ഇതുപോലെയുള്ള രൂക്ഷമായി, ഈ ഒരു മഴക്കാലം മുതലാണ് ഇതുപോലെയുള്ള രൂക്ഷമായ ഒരു പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയിട്ട്. കാരണം ഇവിടുത്തെ ഉള്ള 10-30ഓളം വീട്ടുകാർ, നമുക്കറിയാം, ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, ഓരോ ഭവനങ്ങളുടെ വീടുകളുടെ മുൻഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ വീടിൻ്റെ ദൃശ്യങ്ങളൊന്ന് മുന്നോട്ട് ചലിപ്പിച്ചാൽ എന്താ, ഇതൊരു വീടാണ്. വീട്ടിലേക്ക് കയറുന്ന ഒരവസ്ഥ കണ്ടുല്ലോ, ഞാൻ ഈ നിൽക്കുന്ന ഭാഗം. ഇനി ദൃശ്യങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഇത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇത് വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അങ്ങ് ദൂരെ കാണുന്ന ചെറിയ ഒരു ഹോള് കണ്ടുല്ലോ, അതുവഴിയാണ് വെള്ളം അവിടെ സുഗമമായി പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ എന്നാൽ ഈ ഒരു ഭാഗത്തെ ചില ആളുകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രദേശവാസികൾ തന്നെയാണെന്നാണ് അനുമാനിക്കുന്നത്. ആ പ്രദേശവാസികൾ ഈ വെള്ളം സുഗമമായി പോകുന്ന പാതയെ അടച്ചു കെട്ടി ഈ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാക്കിയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുമൂലം ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയാൻ തുടങ്ങിയിട്ട് വലിയ ദുരിതമാണ്. കാരണം ഇവിടെയുള്ള ഒരു ആശുപത്രി കേസാണെങ്കിൽ പോലും, എന്തിനേറെ ഒരു സഞ്ചരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അടച്ചു കെട്ടിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വിഷയം ആണ് ഇന്ന് മാറ്റുലി സംഘം ചർച്ചയ്ക്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മുന്നേ സൂചിപ്പിച്ച പോലെ മാറ്റുലി സംഘം ഇന്ന് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ 22-ാം വാർഡ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം വല്ലാശ്ശേരി അമ്പലത്തിൻ്റെ തൊട്ട് സമീപത്താണ്. ഒരുപക്ഷെ കുറേ നാളുകളായുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഈ ഒരു കഴിഞ്ഞ മഴക്കാലത്ത് മുതലാണ് രൂക്ഷമായൊരു പ്രതിസന്ധി നേരിടുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു പ്രദേശം മുഴുവനും അങ്ങോട്ട് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വെള്ളക്കെട്ടുകൊണ്ട് ഈ ഒരു പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതമാണ്. യഥാർത്ഥ വസ്തുത എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചോദിച്ചറിയാം. ചേട്ടാ, യഥാർത്ഥ വസ്തുത എന്താണ്? യഥാർത്ഥ വസ്തു വെച്ചാൽ ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്ത മുതൽക്ക് വെള്ളക്കെട്ടാണ്. മുന്നേ എല്ലാ സമയത്തും ഇത് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതാണ്. ഒരു ചാല് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടി, അതുകൊണ്ട് ഇപ്പോൾ അവിടെ വെള്ളക്കെട്ടായി. ഇത് എല്ലാ വർഷം ഉള്ള സംഭവമാണ്. അപ്പം ഞങ്ങൾ പരാതി കൊടുക്കും, പോലീസിൻ്റെ സഹായത്തോടെ ഞങ്ങൾ തുറന്നു തരാറുണ്ട്. ഇപ്രാവശ്യം അയാൾ വേറൊരു സോഴ്സ് ഉപയോഗിച്ചു, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു. അയാളെ സാമ്പത്തിക ശക്തി കൊണ്ട് മണ്ണിട്ട് മൂടാൻ പറ്റാത്ത സ്ഥലമാണ്. അത് നെഞ്ചാണ്, പാടാണ്, വരമ്പ്. അത് എനിക്കൊക്കെ ഓർമ്മ വയ്ക്കണ കാലം തൊട്ട് വെള്ളം പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അതിപ്പോൾ അയാൾ മൂടി. അയാൾക്ക് സർക്കാർ ഇവിടുത്തെ ഭരണപക്ഷം, ഇവിടുത്തെ വാർഡ് കൗൺസിലർക്ക് അയാൾക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് അയാൾ ചെയ്തു. ഞങ്ങൾ ഈ 18-19 വീട്ടുകാർ ദുരിതമനുഭവിക്കുക. ഈ പനി, മറ്റു സാംക്രമിക രോഗങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കഷ്ടപ്പെടുക, അയാൾ അവിടെ നിന്ന് സുഖിക്കുക, സർക്കാർ അത് കണ്ടിച്ചിരിക്കുക. അത്രയേ ഉള്ളൂ.
ശരി, ഞാൻ കുറച്ചുകൂടി ഒന്ന് വിശദാംശങ്ങളിലേക്ക് വരികയാണ്. ഈ ഒരു വെള്ളക്കെട്ട് ഇപ്പോൾ കുറച്ച് അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ എത്തുന്നതിന് തൊട്ട് മുൻപ് ചെറുതായിട്ട് വെള്ളം ഒഴുക്കി വിടാനൊരു സാഹചര്യം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വിരൽ അനക്കിയെന്ന് പറയാം. പക്ഷേ അതത്ര ശാശ്വതമായൊരു കാര്യമല്ല. മഴ ശക്തമായി കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് എത്ര വീട്ടുകാർ ആ ഭാഗത്തുണ്ട്? നമ്മളൊരു 10-18 വീട്ടുകാരുണ്ട്. ഈ 18 വീട്ടുകാരുടെ അവസ്ഥ എന്താണ്? 18 വീട്ടുകാരുടെ അവസ്ഥ വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ഇപ്പം ഈ കൊച്ചിന് പഠിക്കുന്നത് അതുപോലത്തെ 10-15 പിള്ളേരുണ്ട്. അവർക്കൊരു കാരണവശാലും പോകാൻ പറ്റില്ല. ആകെയുള്ള വഴി ഇതാണ്. ഇതിൽ മുമ്പ് വെച്ചാൽ അരയ്ക്കൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ സാധനം ഞങ്ങൾ കളക്ടർ അടുത്തേക്ക് പോയി മിനിഞ്ഞാന്ന്. കൃഷ്ണതേജനെ കൊണ്ടു. അപ്പോൾ ആൾ അതിൻ്റെ കുറച്ച് സീരിയസ് മനസ്സിലാക്കിയപ്പോൾ ഡെപ്യൂട്ടി കളക്ടറുടെ അടുത്തേക്ക് ഞങ്ങൾ പേപ്പർ പോയി. ഡെപ്യൂട്ടി കളക്ടറുടെ അടുത്തേക്ക് പോയ സമയത്ത് ആ സാർ ഉടനടി സെക്രട്ടറിക്ക് വിളിച്ചു. സെക്രട്ടറി പറഞ്ഞു ഇവിടെ സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചു. ഇവിടെ വന്നപ്പോൾ സ്റ്റേ ഇല്ല. അപ്പോൾ ആൾ എങ്ങനെ വെച്ചാൽ അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നാളെ വന്ന് പൊളിക്കാമെന്നുള്ളൊരു സോഴ്സ് പറഞ്ഞു. ശരി, അപ്പോൾ ഞങ്ങൾ സമാധാനമായിട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സമാധാനമില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു 2.5 മാസമായിട്ട് സാറിന് അറിയും ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ പോകാനായി. നടക്കാൻ ബുദ്ധിമുട്ട്. 2-3 ഗർഭിണികളുണ്ടായിരുന്നു. ഈ രാത്രിക്ക് അതായത് ഈ വെള്ളം ഇവിടെ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം സുഗമമായി ഒഴുകി പോയിക്കൊണ്ടിരുന്നതാണ്. അത് ഈ ഒരു വർഷമാണ് ഈ ഒരു മതില് അല്ലെങ്കിൽ ഇവിടെ മതിൽ കെട്ടിയിരുന്നു. ഈ മതിലിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ വലിയ മണ്ണിട്ടും കുപ്പിച്ചില്ലൊക്കെ ഇട്ട് നിരത്തിക്കാണ്. കാര്യം ജസ്റ്റ് ഒന്ന് അയാളൊന്ന് അവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ വെള്ളം കംപ്ലീറ്റ് അടിക്ക് പോകും. പക്ഷെ അയാൾ ഒരു കാരണം വേറെ കനയിലേക്ക് പോകും. ആർക്കും ഒരു ശല്യമില്ല. ഇവിടെ കുറച്ച് ചേച്ചിമാർ, പഴയ ചേട്ടന്മാർ ചേച്ചിമാരുണ്ട്. ഇവരൊക്കെ 40 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ സമയത്ത് അതൊരു ചെറിയ തോടായിരുന്നു. ആ വഴിക്ക് അവർ വന്നിരുന്നത്. അവർക്ക് പറയുന്ന സത്യങ്ങൾ അവർ ജീവിച്ചിരിക്കുന്ന ആൾക്കാരവരൊക്കെ. അപ്പോൾ അവർക്ക് പറയുന്നത് ഇനി ഉണ്ടായിരുന്നു. പക്ഷേ ഇയാളുടെ സോഴ്സ് വെച്ചിട്ട് പറഞ്ഞു ഞാനിത് അടച്ചാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അയാൾ കാണിക്കുന്നത് ഒരു ഗുണ്ടായിസം പോലെ കാണിക്കുന്നത്. അയാൾക്ക് ഭയങ്കര സപ്പോർട്ട്. എന്ത് ഒരു കളിയാക്കണ പോലെ. ഞങ്ങളെ ചെയർമാനും വലിയ സപ്പോർട്ടൊന്നുമില്ല. കാരണം അയാൾക്ക് ഫുള്ള് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെയാണ് ചെയർമാൻ. ഇപ്പോൾ സെക്രട്ടറി ഇന്നലെ കുറച്ച് ചൂടായി കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് അയാൾ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ വിട്ടു. പക്ഷേ ഞങ്ങളറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദുരിതാശ്വാസ കണ്ടീഷനിലെ ആൾക്കാർ സമയത്ത് വന്ന് പൊളിക്കാന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഇവർ വന്ന് തുടങ്ങി 10 പേർ അഴിച്ചു. ഈ 10 പേരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ ജോലി ചെയ്താൽ ഞങ്ങളുടെ ഈ വെള്ളം ഇവിടെ ക്ലിയർ ആവും. പക്ഷേ അയാൾ ഒരാളവിടേക്ക് കടത്തണില്ല. അത് അയാളുടെ സോഴ്സ് ഉണ്ട്. അയാൾക്ക് എന്ത് പവറാണ് കാണിക്കുന്നതാണ് കാണിക്കുന്നത്. അതൊരു വശം. ഞങ്ങളെ മക്കൾ പണിക്ക് പോണതും വണ്ടി കൊണ്ടുപോകുന്ന സ്ഥലം ഇത്. ഈ വെള്ളത്തിൽ കൂടെ എങ്ങനെ പോകാനാ? വീട്ടിലേക്ക് ഒരാൾക്ക് വരാനോ അല്ലെങ്കിൽ വയ്യാണ്ടായ ഡോക്ടറെ കാണിക്കാൻ പോകാനോ ഒന്നിനും സാധിക്കുന്നില്ല. എനിക്ക് ഷുഗർ, പ്രഷർ, തൈറോയ്ഡ് എല്ലാ അസുഖങ്ങളുള്ള ആളാണ് ഞാൻ. കുട്ടികൾക്കായാലും പഠിക്കാൻ പോകാനോ അതേമാതിരി ഡോക്ടറെ കാണിക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അടുത്ത വീട്ടുകാരാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിടുന്നത്. ഈ വെള്ളത്തിലൂടെ പോയാലും എല്ലാ അസുഖങ്ങളും വരുന്നുണ്ട് ഈ തൊട്ട വീട്ടിൽ. ഇങ്ങനെയുള്ളതൊക്കെയാണ്. ഇത് പണ്ടേ ഉള്ളതാണ് ഇവിടെ. എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോണ്ട് ഈ തോട് ഇവിടെ ഉണ്ട്, വെള്ളം പോയിടന്ന് തന്നെയാണ്. ഇത് പുതിയതായി വന്നത്. അതിൻ്റെ ശേഷമാണ് അവൻ വീട് വെച്ചത് പാടം തൂർത്തിട്ട്. അല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായതൊന്നുമല്ല. ഞങ്ങൾക്കിപ്പോൾ ഈ മഴ പെയ്ത അപ്പം തൊട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. വെള്ളം കയറിയിട്ട് ഞങ്ങളെ ഗേറ്റ് പൂട്ടിയിട്ടേക്കുക, തുറന്നിട്ടില്ല. കാരണം വണ്ടി ഇറക്കാൻ പറ്റില്ല. അതേനെ വണ്ടിയൊക്കെ ഇപ്പോൾ ഇവിടെയാണ്, എല്ലാവരുടെ വണ്ടി ഇവിടെയാണ് കൊടുന്ന് നിർത്തിയേക്കുന്നത്. രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും വണ്ടി ഇറക്കാൻ പറ്റില്ല. വണ്ടി അവിടെ ഞങ്ങളുടെ പഠിക്കലാണ് ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക്. ഈ മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇവിടെ ഇനിയും വെള്ളക്കെട്ട് രൂക്ഷമാവും. ഇനി നല്ല വെള്ളം വരും. ഇനി എന്തായാലും അത് അവര് ശരിക്കും തുറന്നിട്ടില്ല. ഇപ്പോൾ ഇനി നന്നായി തുറന്ന് വിടണം എന്തായാലും. ഈ പ്രദേശവാസികൾ പറയുന്നത് ഈ ഒരു ഭാഗത്തൂടെ ഈ വരുന്ന വെള്ളം പോയിക്കൊണ്ടിരുന്ന ഒരു തോടുണ്ടായിരുന്നു. അത് ഈ ഒരു വ്യക്തിയുടെ പറമ്പിലൂടെ തന്നെയാണ്. ആ തോടാണിതിപ്പോൾ ഈ കാണുന്നത്. ഇത് കുറച്ചുകൂടി ഒന്ന് ആഴം കൂട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ ഗ്രില്ല് ഒന്ന് കൃത്യമായിട്ടൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ വെള്ളക്കെട്ട് പ്രതിസന്ധി ഉണ്ടാവുകയില്ല. ഇത് ഒഴുകിപ്പോവും. ഇവിടെ ഉള്ള പ്രദേശവാസികൾ അനുമാനിക്കുന്ന, അവർ പറയുന്നതനുസരിച്ച് ഈ വെള്ളം ആർക്കും ശല്യമില്ലാത്തൊരു ഭാഗത്തേക്ക് തന്നെയാണ് ഒഴുകിപ്പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അധികാരികളൊന്ന് കണക്കിലെടുക്കേണ്ടതും ആവശ്യമാണ്.
സ്വാഭാവികമായിട്ട് ഇവിടെ കേട്ട ആ ഒരു വിശകലനം വെച്ചിട്ട് എന്തിനാണ് ഈ വെള്ളം സുഗമമായി ഇത്രയും കാലം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന വഴി ആ ഒരു ചാലോ അല്ലെങ്കിൽ ആ തോടോ എന്ത് തന്നെയാവട്ടെ ആ വെള്ളം പോയിക്കിരുന്ന ഭാഗം മണ്ണിട്ട് അത് അടച്ച് കളഞ്ഞ് അത് എന്തുകൊണ്ടാണ് എന്ത് ലാഭമാണ് അതുകൊണ്ടുണ്ടാവുന്നത്? അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ലാഭമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ അയാൾക്കൊരു ലാഭമില്ല ഇതിൽ. അയാളുടെ ധാർഷ്ട്യമാണ്, അയാളുടെ ധാർഷ്ട്യ മനോഭാവം. പിന്നെ അയാളുടെ ഫാമിലി ആ രീതിയിലാണ്. എല്ലാവരും മകളായാലും ശരി മകനായാലും ശരി ലൈഫൊന്നും ഒരു ശരിയല്ലാത്ത രീതിയിലാണ്. അവരെ ഒരിക്കലും മറ്റുള്ളവരുടെ വിഷമം എന്താണെന്നുള്ളത് അവർക്കറിയില്ല. കാരണം നമ്മൾ ഇത്രയധികം കുടുംബങ്ങൾ ഇവിടുന്ന് ഒരു 3/4 കിലോമീറ്ററുള്ളൂ. ടൗൺഷിപ്പിൻ്റെ കാലത്ത് 3/4 കിലോമീറ്ററോളം സ്ലോപ്പ് ഇട്ടുള്ളത് ഇങ്ങടാണ്. പിന്നെ 15 കൊല്ലം മുന്നേ ഞങ്ങളവിടെ കോൺക്രീറ്റ് ചെയ്ത് നടന്നു. അത് മുനിസിപ്പാലിറ്റി ഭരണത്തില്ല. ആ കാനിട്ടുള്ളതും ഈ ഇതിലേക്കാണ് ഇട്ടുണ്ടായിരുന്നത്. അത് അവിടെ കാനില്ലാണ്ട് അത് അവിടേക്ക് ഇടുമോ ആരെങ്കിലും? അപ്പോൾ അത് അവർ തടസ്സപ്പെടുത്തി. അത് അവർ ധാർഷ്ട്യമാണ്. അവർക്ക് പല പിടിപാടുകളുണ്ട്. അതിൻ്റെ രീതികൾ അതിപ്പോൾ സാമ്പത്തികം സാമ്പത്തികമുണ്ട്, രാഷ്ട്രീയ നിലപാട് ശക്തമായിട്ടുണ്ട്. അത് ഇടതുപക്ഷം തന്നെയാണ് ശക്തമായിട്ട് അവരൊപ്പം നിൽക്കുന്നത്. ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇടതുപക്ഷമാണ് അവരൊപ്പം ശക്തമായിട്ട് നിൽക്കുന്നത്. ഈ ജനങ്ങൾ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്നത് ഇവിടുത്തെ അധികാരികൾ അടക്കം കാണുന്നില്ലേ? അവര് ആരും അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ചെയർമാനായാലും ശരി സെക്രട്ടറി ആയാലും ആരും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല. വാർഡ് കൗൺസിലർ ഒരിക്കൽ വന്നു, അത് വന്നിട്ട് നോക്കി നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് അതൊന്ന് വെറുതെ മാന്തിപ്പിച്ച് ഞങ്ങളുടെ പേരിൽ കേസും കൊടുത്ത് അവർ സെറ്റായി. ഇപ്പൊ അവര് ഈ വഴിക്ക് തന്നെ കാണുന്നില്ല അവരെ ആരും തന്നെ. ഇവിടെ പ്രദേശവാസിയല്ലേ? എത്ര നാളെ ഇവിടെ താമസം? 77 വന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ 77 വന്ന ഒരു പ്രായമായ ഏറ്റവും ഇവിടുത്തെ സീനിയർ ആയ ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇങ്ങനെയല്ല. അന്ന് ഇവിടെയൊക്കെ അപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്ത് കംപ്ലീറ്റ് ഓപ്പൺ ഏറിയായിരുന്നു. രാത്രിയും പകലൊക്കെ 12 മണിക്ക് വരെ സ്ത്രീകൾ വരെ പോയിരുന്നു. ഇതിലേക്ക് വെള്ളം ഉണ്ടെങ്കിലും നടന്നു പോയിരുന്നു. വെള്ളം ഒഴുകി പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഈ പാടത്തുനിന്ന് പോകണ വെള്ളം അപ്പുറത്തെ മാണിക്കത്തപ്പടി കോവിലേക്ക് പോകുന്നു. ആ വെള്ളം അവർക്കും ഒരു ബുദ്ധിമുട്ടില്ല, അങ്ങനെ പോകും വെള്ളം. പിന്നെ ഈ വരമ്പ് ഈ തെങ്ങ് നിൽക്കണ അവിടുന്ന് നേരെ അതുവരെ മറ്റേ റോഡ് വരെ വരമ്പത്ത് കൂടിയാണ് ആൾക്കാർ പോയിരുന്നു. പിന്നെ താഴത്തു കൂടിയും വെള്ളമില്ലാത്ത മഴയില്ലാത്ത സമയത്ത് താഴത്തു കൂടെയും പോയിരുന്നു. ഇത് ഇപ്പോഴാണ് ഇത് തടസ്സം. ഇപ്പം ഇത് കഴിഞ്ഞ കൊല്ലാണ് ഇവര് മണ്ണ് ഇത്രയും ഉയർത്തിയിട്ട് ഇതാക്കിയത്. അതിന് മുമ്പൊക്കെ വെള്ളം പോയിരുന്നു അടിയിൽ. 1-2 കൊല്ലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെള്ളം പോണ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ 2-3 ആൾക്കാർ പോയിട്ട് അത് അടിയിൽ തുറന്നുവിടും. അപ്പോൾ വെള്ളം പോയിരുന്നു. പിന്നെ ആ വെള്ളം വെച്ച് പിന്നെയും വീണ്ടും ഇതങ്ങനെയായി. അപ്പൊ ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ വല്ലാതെ ദുരിതമാണോ? ദുരിതമാണെന്ന് പറഞ്ഞപ്പോൾ അത്രയും വലിയ ദുരിതം. ഇപ്പം അത് മിനിയാന്ന് പ്രഷർ കൂടി 211 ആയിട്ട് ആസ്പത്രി പോയി ഒരു വണ്ടി വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ അവസ്ഥ ഇപ്പോൾ തുടങ്ങിയത് 2-4 കൊല്ലമായി. അത് പോലീസിനെ കേസൊക്കെ ഇതാക്കിയിട്ട് വന്ന് അവർ വെള്ളം ഒഴുക്കി വീടും പിടിക്കും. ഇപ്രാവശ്യം വളരെ ദുരിതത്തില്ല. അവർ റേഷൻ കടയിലോ സാധനങ്ങൾക്ക് പോകാനോ മീൻകാർക്ക് വരാനോ സ്കൂൾ കുട്ടികളെ ദിവസം 50 രൂപ കൊടുത്തിട്ടോ 100 രൂപ കൊടുത്തിട്ടോ ഓട്ടോറിക്ഷയ്ക്ക് വിടാൻ പറ്റില്ല. +1 പഠിക്കണ കുട്ടിയുണ്ട്. ആ കുട്ടി ഇപ്പം ഇന്ന് വയ്യാണ്ട് ഓട്ടോറിക്ഷയിലാണ് ദിവസം പോകുന്നത്. അതൊക്കെ ഭയങ്കര ദുരിതമാണ്. ആ ദുരിതമൊക്കെ ഈ മുനിസിപ്പാലിറ്റിക്കാരോടും ഇവിടെ വില്ലേജിൽ എല്ലായിടത്തും അറിയിച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തിട്ടും ഒന്നും ശരിയായിട്ടില്ല ഇതുവരെ. ഇത് എല്ലാ കൊല്ലം ഇത് തുടങ്ങി വയ്ക്കാൻ പറ്റില്ല. ഇത് സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ വെള്ളം ഒഴിഞ്ഞ് പണ്ട് പോയിരുന്ന പോലെ വെള്ളം ഒഴുക്കി വിടണം. അത്രയാണ് ഞങ്ങളുടെ കാര്യം. ഞങ്ങൾക്ക് ആവശ്യം നിലയാണ്. എനിക്ക് സോഡിയം കുറഞ്ഞിട്ട് ഫിക്സ് കാണും, ആംബുലൻസിൽ ഇവിടുന്ന് കൊണ്ടുപോകില്ല. അതിനൊക്കെ ഈ വെള്ളക്കെട്ട് എങ്ങനെ സഹിക്കും? ഏട്ടനാണെങ്കിൽ പ്രഷർ കുറയും, പ്രഷർ കൂടെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതാണ്. വീട്ടിൽ കുട്ടികൾക്കും വയ്യാണ്ടാവുക. ഈ ഇതിൽ കൂടെ നടന്നാൽ പറ്റുമോ? ഞങ്ങൾക്ക് ദിവസം ഈ ഓട്ടോറിക്ഷയ്ക്ക് കാശ് ചിലവാക്കാനുള്ള ഗുരുവായൂർ ഓട്ടോറിക്ഷക്കാരും വരുന്നില്ല മോനെ. അപ്പോൾ എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ ദുരിതത്തിൽ? ഇവരെന്താ മുനിസിപ്പാലിറ്റിക്കാരൊന്നും ഒരു ശ്രദ്ധ കൊടുക്കാത്തത്? അവർക്ക് കാശുള്ളവരെ പറ്റില്ലല്ലോ. ജനങ്ങളെ സ്നേഹിക്കട്ടെ അവർ. അതിന് വേണ്ടിയിട്ടാണ് കൗൺസിലിനെ നിർത്തിയത്, അല്ലാണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കണം. അത് അത്രയല്ലാണ്ട് ഞങ്ങൾക്ക് പറ്റില്ല അതിനൊന്നും. ഇനിയിപ്പോൾ എന്താ ചെയ്യണത് നിങ്ങളൊക്കെ തീരുമാനിക്കാനാണ് പറയണത്. ഞാൻ ഇവിടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പണിക്ക് വരുന്നതാണ്. അപ്പോൾ 1 മാസം കഴിഞ്ഞു വരുന്നു. അന്ന് അന്ന് തന്നെ എനിക്ക് മടങ്ങി പോയാലോ എന്ന് വിചാരിച്ചു, ഈ ചെളിയും വെള്ളമൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചേ പണിക്കായിട്ട് നമ്മൾ വരുന്നതല്ലേ, പോവാണ്ട് ഇന്ന് ശരിയാവില്ല, ചേച്ചിക്ക് ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചു. അപ്പോൾ വന്നപ്പോഴാണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അറിയണം. ഒരു മീൻകാർ വരുന്നില്ല, ഒരു പാലുകാർ വരുന്നില്ല, അവർക്ക് പോകാൻ പറ്റുന്നില്ല പുറത്തേക്ക്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സുകൊണ്ട് ഭയങ്കര വിഷമം, പോകാൻ പറ്റാത്തത് തന്നെ. ഒരു ദിവസം ഉണ്ണി കടയിൽ പോയിട്ട് വരുമ്പോൾ വഴിക്ക് വീണു. പക്ഷെ ഭാഗ്യത്തിനൊന്നും പറ്റില്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഉണ്ണിവിടാം, അമ്മ വീണൂടെ അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വെള്ളം ചടി ദുരിതമാണ്. അപ്പം എന്തായാലും നമുക്ക് അത് വഴി റെഡിയാക്കി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ താല്പര്യം. വെള്ളക്കെട്ട് ഒഴിവാക്കി കൊടുക്കണം, അതാ വേണം. എന്താ ചൊക്ക വയസ്സായവരോ ഒക്കെ എല്ലാവർക്കും വയ്യാത്തവരാ. അയാളെന്തെങ്ങനെ ഒരു മനുഷ്യാഴ്ചയില്ലാണ്ട് പെരുമാറുന്നത്, അത് നമുക്ക് ശരിയാക്കി കൊടുക്കണം.
എൻ്റെ മോനൊരു ഡ്രൈവറാണ്. വണ്ടി കൊണ്ടുവരാൻ പറ്റുന്നില്ല. എൻ്റെ മോൾ ഗർഭിണിയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പറ്റുന്നില്ല. ഇതെന്തായാലും ശരിയാക്കി കിട്ടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നാളെ ഏറെയായ ഒരു വിഷയമാണ്. അതായത് ഈ ഒരു വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഒരു ദുരിതം അനുഭവിക്കുന്നത്. ഒരുപക്ഷെ ഇനി മഴ കൂടുതൽ ശക്തമാവാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നതെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഈ ഒരു പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് 10-18 വീടുകളിലേക്കോ, എന്തിനേറെ പറയും ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയാൽ അതൊരു എന്താ പറയുക, ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തില്ലേ? തീർച്ചയായും ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പം നിന്നോണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിന്നോണ്ടിരിക്കുന്നത്, ഞാനൊരു ഓട്ടോ ടാക്സി ഓടിക്കുന്ന ഡ്രൈവറാണ്. ഞാൻ ഈ വഴി കൂടെയാണ് എൻ്റെ വണ്ടി പോകുന്നത്, നിരന്തരം പോയി വരണത്. എൻ്റെ വണ്ടിക്കുള്ള കംപ്ലൈൻറ്റുകൾ അതൊന്ന്. ഈ കൊറോണ സമയത്ത് എൻ്റെ അച്ഛൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ വണ്ടി പോകാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഇറങ്ങി നിന്നിട്ടാണ് ആംബുലൻസിനെ വഴി കാണിച്ചു കൊടുത്തത്, ആ വെള്ളക്കെട്ട്. അപ്പം എല്ലാ കൊല്ലം ഈ വെള്ളക്കെട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളത് മുനിസിപ്പാലിറ്റിയോട് പരാതി പറയുന്നു. അവർ ഭാഗത്തുനിന്ന് ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് നിങ്ങൾ കളക്ടറെ അടുത്ത് പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തന്നെ വിളിച്ചത്. ആ പോലീസ് സ്റ്റേഷൻ ഇടപെട്ടു, അവർ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു. ഇപ്രാവശ്യം ആളെ മണ്ണടിച്ച് തൂർത്ത് അത് ഇതായിക്കോട് കൂടിയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളം ഉയർന്നു. ഒരാൾക്ക് പോകില്ല. ഇപ്പോൾ പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പോലും വിളിച്ച വണ്ടികൾ വരാൻ തയ്യാറില്ല. എന്ന് വെച്ചാൽ വണ്ടി സ്വാഭാവികം കംപ്ലൈന്റ് ആവുന്നതുകൊണ്ട് ആരും വരുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഈ കൗൺസിലർ ഒരു തരത്തിലും ഇതിൽ ഇടപെടുന്നില്ല. നമ്മളിതിൻ്റെ ആവശ്യങ്ങൾ എത്ര കുടുംബക്കാരുണ്ട്, അവർക്ക് എന്ത് പറ്റുന്നു അതിൻ്റെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും അവർ തയ്യാറല്ല. ഒരു മാനസിക പരിഗണന വെച്ചിട്ട് ഒരു മനസാക്ഷി എന്നുള്ളത് നോക്കിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് തന്നെ ഇപ്പോൾ ഡെങ്കിപ്പനി ഗുരുവായൂർ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്, പ്രത്യേകിച്ച് ചെയർമാൻ്റെ വാർഡിൽ. അങ്ങനെ നിലനിൽക്കുന്ന സ്ഥലത്തിന് ഇത്രയധികം വെള്ളക്കെട്ട്, ചെളിവെള്ളം, ഈ മോശാവസ്ഥയോടെ ഞങ്ങൾ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകാം? അതിനേക്കാൾ ഉപരിയായിട്ട് വീട്ടിൽ നിന്ന് പെട്ടെന്ന് അത്യാവശ്യം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ പാമ്പിന്റെ ശല്യങ്ങളുണ്ട്. പിന്നെ പാൽക്കാരൻ, പത്രം, ഈ നമുക്ക് നിത്യാവ സാധനങ്ങൾ മേടിക്കാൻ പുറത്തേക്ക് പോകണമെങ്കിൽ ഈ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ മാർഗമുള്ളൂ. അതിലൂടെ പോകാൻ ശാശ്വത പരിഹാരം ഇവർ ചെയ്തു തരാൻ മുനിസിപ്പാലിറ്റി അതിന് തയ്യാറല്ല. അവരെ നിൽക്കുന്നില്ല അതിന്റെ ഭാഗത്ത്. നിങ്ങൾ പലവട്ടം ഇതിന്റെ കാര്യങ്ങൾക്കായിട്ട് മുനിസിപ്പാലിറ്റി അടക്കം കളക്ടർ അടക്കം പല അധികാരികളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ഭാഗത്തുള്ള സമീപനം എന്താണ്? സമീപനം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് സപ്പോർട്ടാണ് അവർ നിൽക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് അവർക്കാണ് സപ്പോർട്ട് എന്നുള്ള? മുനിസിപ്പാലിറ്റി കംപ്ലൈന്റ് പറയുമ്പോൾ അവർ പറയുന്നത് മുനിസിപ്പാലിറ്റിക്ക് എതിരെ സ്റ്റേ ഓർഡർ ഉണ്ടെന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത്. ഏത് കാര്യത്തിന്? ഈ അയാളെ മതിൽ പൊളിക്കാനോ അയാളെ കോമ്പൗണ്ടിലേക്ക് കയറാനോ ഒന്നും ആർക്കും ഒരു അധികാരമില്ല. മുനിസിപ്പാലിറ്റിക്ക് അടക്കം അധികാരമില്ല. ശരി. അപ്പൊ ഞങ്ങളുടെ വക്കീല് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മുനിസിപ്പാലിറ്റിക്ക് യാതൊരു സ്റ്റേ ഓർഡറും ഇല്ല, ഞങ്ങളുടെ പേരിലുണ്ട് എന്നുള്ള കേസ്. മുനിസിപ്പാലിറ്റിക്ക് ഇതിൽ ഇടപെടാമെന്നാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റി ചെന്ന് ചോദിക്കുമ്പോൾ ചെയർമാൻ സെക്രട്ടറിയും പറയണത് ഞങ്ങൾക്കെതിരെ സ്റ്റേ ഓർഡർ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റി അധികാരികളുടെ അടക്കം നിങ്ങൾക്ക് മറുചോദ്യം ചോദിച്ചുകൂടെ? ഇവിടെ മനുഷ്യ ജീവനാണോ വില, അതെയോ ഇത്തരം ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണോ വില എന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു? ഇപ്പോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നത് അവർ. നിങ്ങൾക്ക് അങ്ങനെ വ്യക്തമായിട്ട് ബോധ്യമുണ്ട്? ബോധ്യമായി. ഇപ്പോ ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങൾ കളക്ടർ ഓഫീസിൽ പോയി ഈ കാര്യം പറഞ്ഞിട്ട് കളക്ടർ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കളക്ടർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പോലും ഇവര് സ്റ്റേ ഓർഡർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടുന്ന് വിളിച്ചിട്ട് പോലും സ്റ്റേ ഓർഡർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കോടതിയിൽ പോയി അന്വേഷിച്ചപ്പോൾ സ്റ്റേ ഓർഡർ ഇല്ല. ഇന്നലെ ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ സെക്രട്ടറിയുടെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് സ്റ്റേ ഓർഡർ ഇല്ല എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ മുനിസിപ്പാലിറ്റിയിൽ ഒരു 10-16 പേര് വന്നിട്ട് പൊളിക്കാന്നുള്ളതിൽ വന്നപ്പോ അയാളെ കോമ്പൗണ്ടിലേക്ക് ആളെ കയറ്റണില്ല. അതും നടന്നില്ല. ഇപ്പൊ ഈ കുറച്ച് പുല്ലൊക്കെ വെട്ടി അടവൊക്കെ ചെയ്തിട്ട് അവര് പോവാൻ നിൽക്കണം. എങ്ങനെ വലിയ ദുരിതമാണോ? ദുരിതം തന്നെയാണ്. ഇത് വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുകയാണ് ഞങ്ങള്. ഈ പ്രാവശ്യം കുറച്ചും കൂടി കൂടിയെന്ന് മാത്രം.
അതവിടെ തൂർത്തപ്പോൾ തീരെ വെള്ളം പോവാതെയായി. അല്ലെങ്കിൽ കൊല്ലവും ഇങ്ങനെ വന്ന് പൊളിക്കും, ആ വെള്ളം പോവും, പിന്നെയും അതേപടി തന്നെ വീണ്ടും. ഈ പ്രാവശ്യം നന്നായി വെള്ളം കയറി. ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണ 10-18 വീട്. ഇവിടെ ഒരു 12 വില്ലകളുണ്ട്. ഇല്ല, ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാൻ പോകാൻ വരെ പറ്റണില്ല. ഒരു മീൻകാരൻ ആരും വരില്ല അങ്ങോട്ട്. അവരൊക്കെ ഈ പത്രക്കാരനൊക്കെ കാല് പഴുത്തിട്ട് കാണിച്ചു തരുന്നു, നോക്കിയേ എന്തെങ്ങനെ ഇട്ടെടുക്കണത്. ഇനി താഴത്തെ കടയിൽ നിന്ന് ഏറ്റവും മോള് വരെ എത്തിനി ഒരിക്കലും പോവാനില്ല. ആരും ഇങ്ങനെ വരും, വന്ന് നോക്കും, അതേപടി തിരിച്ചു പോകും. പിന്നെ അതിന് ഒരു സമാധാനം ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഇപ്പൊ അവിടെ താഴ്ത്തിയാലല്ലാണ്ട് വെള്ളം പോയില്ല. ഞാൻ വന്നിട്ട് 30 വർഷമായി. ഞാൻ വരുന്ന സമയത്തും അവിടെ തോടുണ്ട്. അവിടെ അതിന്റെ മോളിൽ കൂടെ ഏരിയന്റെ അതിൽ നടന്നു ഞങ്ങളുടെ തറവാടായിരുന്നു ഇത് അപ്പുറത്ത്. അവിടെ വരെ റോഡ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തോടായിരുന്നു. അപ്പൊ അതൊക്കെ മൂപ്പര് മൂട്ടി ഇതാക്കി എല്ലാവരെയും കഷ്ടത്തിലാക്കി. അതന്നെ ഒരു വാർഡിൻ്റെ കൗൺസിലർ, ഇപ്പോൾ ഈ വാർഡിൻ്റെ കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡിലത്തെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് അത് ഒരു തീർപ്പ് കൽപ്പിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് ഉള്ള ഭരണകൂടമാണ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതും. അവിടെയും കൗൺസിലറുടെ അടുത്തും കഴിഞ്ഞ തവണ കളക്ടറേറ്റിൽ പോയിട്ട് പോലും പരാതി കൊടുത്തിട്ട് അവിടുന്ന് മുനിസിപ്പാലിറ്റിയോട് റിപ്പോർട്ട് തേടിയിട്ട് പോലും ഇവർക്ക് വ്യക്തമായൊരു മറുപടി ഇവർ കൊടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങൾ ഈ തവണ കളക്ടറെ നേരിട്ട് കാണുകയും അവിടുന്ന് കളക്ടറെ റിപ്പോർട്ട് അനുസരിച്ച് കളക്ടർ എഴുതി സൈൻ ചെയ്ത് സീല് വെച്ചിട്ട് പൊതുഭരണ മേധാവിക്ക് അത് കൈമാറിയിട്ട് അപ്പം തന്നെ മേധാവിയോട് വിളിച്ച് ഇവിടെ വിവരം അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് തരാൻ പറഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഈ അവിടുന്ന് ഷെഫീഖ് സാറ് കളക്ടറേറ്റിൽ നിന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് മുനിസിപ്പാലിറ്റിക്കെതിരെ സ്റ്റേ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ഞങ്ങൾ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വക്കീൽ ഓഫീസിൽ അറിയിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിക്കെതിരെ സ്റ്റേ ഇല്ല എന്നുള്ളത് ഞങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് അവിടെ പോയിട്ടുള്ളത്. അത് ഞങ്ങളുടെ പരാതിയിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അവിടുന്ന് ഷെഫീഖ് സാറെ കളക്ടറേറ്റിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അന്നേരവും മുനിസിപ്പൽ സെക്രട്ടറി വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾക്കെതിരെ മുനിസിപ്പാലിറ്റിക്കെതിരെ സ്റ്റേ ഉണ്ട് എന്ന് തന്നെ കള്ളം പറഞ്ഞു. ആ കള്ളം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി പോവുകയും മുനിസിപ്പാലിറ്റി സെക്രട്ടറിയെ നേരിട്ട് കാണുകയും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് രേഖാമൂലം സ്റ്റേ ഉണ്ടോ ഇല്ലേ, മുനിസിപ്പാലിറ്റിക്കെതിരെ സ്റ്റേ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് രേഖാമൂലം കിട്ടണം എന്ന് പറഞ്ഞു. വളരെ ധാർഷ്ട്യമായിട്ടുള്ള മറുപടിയും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം മുനിസിപ്പാലിറ്റി നിലകൊള്ളുകയും ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുനിസിപ്പൽ സെക്രട്ടറിയും പെരുമാറുന്ന രീതി വളരെ വ്യക്തമായതാണ്. ഞങ്ങൾ പോയ 4 പേരും ഇവിടുന്ന് ഈ 18 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് പോയ 4 പേർക്കും അത് വളരെ വ്യക്തമായതാണ്. ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് ഈ ബോർഡ് വെച്ചേക്കണതിൻ്റെ ഏകദേശം മുകൾ ഭാഗം വരെ വെള്ളം കയറിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്രയേറെ വെള്ളക്കെട്ടായിരുന്നു ഈ പ്രദേശത്തല്ല. ഇപ്പോൾ അല്പം ചെറിയൊരു വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അത് മഴയൊക്കെ കുറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ കൂടുതൽ മഴ ശക്തമായാൽ ഈ പ്രദേശത്ത് മുഴുവൻ നിറയും. ഈ ഭാഗത്തേക്ക് പോലും പോകാൻ സാധിക്കില്ല. ചില വിഷയങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ചിത്രീകരിക്കാൻ എത്തിയപ്പോൾ അവതാരകനായി എനിക്ക് തോന്നിയത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് ചില വിഷയങ്ങൾ. ഈ ഒരു വിഷയത്തെ പൊതു റോഡിലൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പ്രദേശവാസികൾ മുറവിളി കൂട്ടുന്നതെങ്കിൽ മറ്റൊരു വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം TCVയിൽ സംപ്രേഷണം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ ചെറിയൊരു ഭാഗമാണ്. അതൊന്ന് കണ്ട് തിരിച്ചു വരാം. റോഡ് തകരാതിരിക്കാൻ കുന്നിന് മുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം സ്വന്തം ഭൂമിയിലൂടെ ഒഴുക്കിവിട്ട വിധവയായ വയോധികയ്ക്ക് നേരെ ഭീഷണി. പുത്തൂർ മരോട്ടിച്ചാൽ ചീനവളവ റോഡിന് സമീപം താമസിക്കുന്ന ചിറപ്പാട്ട് ഏലിക്കുട്ടിക്കാണ് ഈ ദുരവസ്ഥ. കണ്ടുവല്ലോ, ഇത് പൊതു റോഡ് സംരക്ഷിക്കാനിറങ്ങിയ ഒരാൾക്ക് പൊതുസമൂഹം നൽകിയ ഒരു കല്ലേറാണ്. ഇവിടെ പൊതു റോഡ് സംരക്ഷിക്കുകയല്ല, പൊതു റോഡ് നശിപ്പിക്കുകയാണ്. അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ മുറവിളി കൂട്ടുന്നത്. മാനുഷികമായ ഒരു പരിഗണന, ആ ഒരു വാക്ക് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന അധികാരികൾ കണക്കിലെടുത്താൽ തീരാവുന്ന ഒരു പ്രതിസന്ധിയാണ്. അത് തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഇതേയുള്ളൂ. അത്തരത്തിൽ ചില വിഷയങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന പല വിഷയങ്ങൾക്കും അധികാരികൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥമായി ജനത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. ഓരോ മഴക്കാലത്തും എത്രയോ കുടുംബങ്ങൾ പേടിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഒന്ന് ചുറ്റുപാട് നോക്കിയാൽ അറിയാം. 2018-ഉം 2019-ലുമൊക്കെ സമാനമായ പ്രളയമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ അന്ന് കൈകോർത്ത് പിടിക്കുവാൻ ജനമുണ്ടായിരുന്നു. പ്രളയത്തിൻ്റെ വെള്ളക്കെട്ടുകൾ പതുക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ
ആ കൈകോർത്ത കൈകൾ പതുക്കെ പതുക്കെ അകന്നുപോയി. അവിടേക്ക് ചില സ്വാർത്ഥതകൾ കടന്നു വന്നു. അത്തരം സ്വാർത്ഥതകളിലാണ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. അവിടെയാണ് മാനുഷിക പരിഗണന എന്ന ഒരു പദം കൂട്ടിച്ചേർക്കേണ്ടത്. എന്തായാലും ഈ ഒരു വിഷയത്തിലും അത്തരമൊരു ഇടപെടലുകളെല്ലാം ഇവിടുത്തെ അധികാരികൾ ചെയ്യട്ടെ എന്ന് സത്യത്തിൻ്റെ നേർക്കാഴ്ച മാറ്റിലി ആശംസിക്കുകയാണ്. നാളെ മറ്റൊരു ജനകീയ വിഷയമായി ഇതേ സമയം ഇതേ നേരം കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.